പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഭൂമി വിളിച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെ അതിപ്രാധാന്യമാണ്. ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അപ്പൊ ശരിയായ ഐക്യത്തോടു കൂടി ഉള്ള പ്രാർത്ഥന, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക, രണ്ട് മനസ്സുകൾ ഒന്നായി ചേർന്ന് ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. നാം ഒന്നിച്ച് ചേർന്ന് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യത്തിലും നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ടിട്ട് അതിന് മറുപടി തരും എന്ന് ദൈവാത്മാവ് പറയുക. പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 18-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ 2 or 3 പേർ കൂട്ടി വരുന്നവരുടെ നടുവിലും നമ്മുടെ കർത്താവ് ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസമേറിയ അനുഭവങ്ങൾ, ഹല്ലേലൂയ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കടക്കെണികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, ബാധകൾ, വിവിധ നിലകളിൽ ഹല്ലേലൂയ നിങ്ങൾ നിന്ദകൾ അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, മാനുഷികമായ കരങ്ങളെല്ലാം നിങ്ങളെ വിട്ട് മാറുമ്പോൾ, മാനുഷികമായ കരങ്ങളെല്ലാം നിങ്ങളെ അറിയാതിരിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ രണ്ടുപേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവം അത്ഭുതം ചെയ്യും. അതായത് യേശുക്രിസ്തു മൂലമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗസ്ഥനായ പിതാവിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നാം ഒന്നിച്ച് ഒരേ മനസ്സോടും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിനും പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് ലഭിക്കും എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ അപേക്ഷ ദൈവം നൽകുന്നില്ലെങ്കിൽ നാം ഐക്യമത്യപ്പെട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. കാരണം ദൈവം കേൾക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വന്നിരുന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വ്യക്തികളുടെ പ്രാർത്ഥനയും വളരെ പ്രാധാന്യമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നുണ്ട്. അപ്പം ചിലർ ചോദിക്കും, രണ്ടുപേരെല്ലാം ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഇവിടെ പറഞ്ഞത്. വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്കും വളരെ പ്രാധാന്യതയുണ്ട്. അതും ദൈവം കേൾക്കുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം വാക്യം വായിക്കുന്നുണ്ട്. നിങ്ങളോ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് അമ്മയും രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കാൻ. അപ്പം 2 പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാലും 3 പേര് ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ചാലും ഒരാൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയുണ്ട്. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം എന്ന് മാത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നോ, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രായോഗികമാക്കിയാൽ, ഏകാഗ്രത മനസ്സോടെ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പം വ്യക്തികളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു. എന്നാൽ സമൂഹത്തിൽ നാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതും വളരെ പ്രാധാന്യമാണ്. 2 രീതിയിലുള്ള പ്രാർത്ഥനകളും നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിങ്കിൽ നിന്ന് നടത്തിപ്പും സഹായവും നേടുമ്പോൾ സമൂഹത്തിൽ പ്രാർത്ഥന വളരെ ഫലകരമായി മാറും. ഹല്ലേലൂയ. എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര, സഹോദരി, നീ ജീവിതത്തിൽ തളരാതെ നിന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കുന്നെങ്കിൽ ആ ചോദിക്കുന്ന വിഷയങ്ങൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും മറുപടി ദൈവം തരും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരുപാട് ഭാരപ്പെട്ട അനവധി സാഹചര്യങ്ങളുണ്ട്, കണ്ണുനീരിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്, നീ നിരാശപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഈ നടുവിൽ നിന്നെ കൈവിട്ട് കളയാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ 2 രീതിയിലുള്ള പ്രാർത്ഥനയും ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നടത്തിപ്പും സഹായവും നേടുമ്പോൾ സമൂഹത്തിൽ പ്രാർത്ഥന കൊണ്ട് വളരെ പ്രയോജനപ്പെടും. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് എല്ലാ വിശ്വാസികളും പ്രവർത്തിക്കുന്നത് കൊണ്ട്, നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ നമുക്ക് ശക്തി പകർന്നു തരും.
അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന, വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്. അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 20-ാം വാക്യം വായിച്ചത്. മത്തായി സുവിശേഷം 18-ന്റെ 20-ാം വാക്യം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും യേശു പറയുകയാണ്. അപ്പൊ നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിനും അവിടെയും ഐക്യമത്യപ്പെട്ടാൽ അത് അവർക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. വളരെ ആശ്ചര്യകരമായ ഒരു വാഗ്ദാനമാണ് 2026 ഈ ഡിസംബർ മാസത്തിൽ ദൈവം നിങ്ങൾക്ക് തരുന്നത്. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് ഓർത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വസിക്കേണ്ട. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് വിശ്വസിക്കണം. രക്തം ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകുന്നതല്ല, അത് മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ്. മനുഷ്യന്റെ വാക്കുകൾ മനുഷ്യൻ മാറ്റി പറയും, രാഷ്ട്രീയക്കാർ വാക്ക് മാറ്റി പറയും, സമൂഹത്തിലെ ഉന്നതർ വാക്ക് മാറ്റി പറയും, മത നേതാക്കന്മാർ വാക്ക് മാറ്റി പറയും. എന്നാൽ സർവശക്തനായ ദൈവം വാക്ക് മാറ്റി പറയുന്നതല്ല, അവൻ പറഞ്ഞ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ തരും. മാതാവേ, സഹോദര സഹോദരി, നീ ഭാരപ്പെട്ടു പോകാതെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ദൈവത്തിന്റെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ അത് വിശ്വസിക്കുന്നെങ്കിൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ആയിരിക്കണം. ഇന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് ഈ ഭാര്യ മൊബൈലിൽ അല്ലെങ്കിൽ ഭർത്താവ് മൊബൈലിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ കാണും. പക്ഷേ യേശു പറയുന്നത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഏകാഗ്രത ഹൃദയത്തോടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. നിങ്ങളത് വിശ്വസിക്കണം. മാത്രമല്ല ഈ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറും. ആമീൻ. നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും 2 പേരിന്ന് പ്രാർത്ഥിച്ചാലും 3 പേരിന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ് അതെന്റെ ജീവിതത്തിൽ നിറവേറും എന്ന് താങ്കൾ വിശ്വസിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം, ഐക്യമത്യപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ട് നാം യാചിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യാചിക്കരുത്. നാം വലിയ വലിയ കാര്യങ്ങളെ ദൈവം മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ചിലരുടെ ഉള്ളിൽ ഭയം, അത് ചോദിക്കാൻ പറ്റുമോ, ഇത് ചോദിക്കാൻ പറ്റുമോ, ദൈവത്തോട് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതികൾ പലരുടെയും മനസ്സിനെ അലട്ടുമ്പോൾ ദൈവം പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഭയം കൂടാതെ ഒരു പിതാവിനോട് എന്നപോലെ നിങ്ങൾ പറയണം. നിങ്ങളുടെ പിതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട്, നിങ്ങളുടെ പിതാവാണ്, ആ പിതാവിനോട് പറയുമ്പോൾ കർത്താവ് സ്നേഹത്തോടെ മനസ്സലിഞ്ഞ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകും. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറ്റുവാൻ, ജീവിതത്തിന്റെ ഇരുള് മാറ്റുവാൻ, നിന്റെ മക്കളുടെ മദ്യപാനം മാറ്റുവാൻ, ഭർത്താവിന്റെ മദ്യപാനം മാറ്റുവാൻ, നിന്റെ കടക്കിനെ മാറ്റുവാൻ, നിന്റെ ബിസിനസ് വിജയിക്കുവാൻ, നിന്റെ ജോലി കാര്യം റെഡിയാകുവാൻ, നിന്റെ രോഗം മാറിപ്പോവാൻ, നിന്റെ ബന്ധനങ്ങൾ അഴിയുവാൻ, അങ്ങനെ വിവിധ വ്യത്യസ്തമായ മേഖലകളിൽ നീ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. അപ്പം ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ രുചിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അവിശ്വസ്ത മനസ്സോട് കൂടി ഇരിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകത്തില്ല. ആമേൻ. നാം ദൈവത്തിന്റെ ഏകാഗ്രത ഇല്ലാതിരുന്നാലും മറുപടി കിട്ടണമല്ല. ദൈവത്തിന്റെ ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് മറുപടി ദൈവം തരുന്നത്. അതുകൊണ്ട് ഇന്ന് പകലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും പറയട്ടെ, ആമേൻ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് വചനം പറയുക. അത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന, ഹൃദയം കലങ്ങിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് കണ്ണുനീരിന്റെ മറുപടിയായ പ്രാർത്ഥനയ്ക്ക് അവിടുത്തെ വാഗ്ദത്തം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആരും നിരാശപ്പെട്ടു പോട്ടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന സകല മഹത്വം കെടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.